പോകുന്നത് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ എക്സ്പെരിമെന്റ് ആണ്. ഇതാണ് അതിന്റെ ഇൻസ്ട്രുമെന്റ്. ഇതിൽ 3 കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്: ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, റേഡിയസ് ഓഫ് ഗൈറേഷൻ, മൊമെന്റ് ഓഫ് ഇനേഷ്യ. നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് പോകാം. അത് ആവശ്യമായത് കോമ്പൗണ്ടിലോ കൂടെ സ്റ്റോപ്പ് വാച്ചും കൂടെ ആവശ്യമായത്. തമ്മിൽ ഓരോ ഡിസ്റ്റൻസ് വരുന്നത് 5 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഇത് 95 വരെ ഇതിന്റെ വാല്യൂസ് കാണണം. ഇതിന്റെ ഓസിലേഷൻ നോക്കാം. ഓസിലേഷൻ 10 or 20 ഓസിലേഷൻസ് എടുക്കാം. ഇനി ഇതിന്റെ ഓസിലേഷൻ നോക്കാം. ഓരോന്നിന്റെ ഓസിലേഷൻ അങ്ങനെ കാണാം. ഞാൻ 10 ഓസിലേഷൻസ് ആണ് കാണുന്നത്. 50 എത്തുമ്പോൾ 0 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 50 55 ഇട്ടിട്ട് തിരിച്ചിട്ടിട്ടാണ് ബാക്കി വാല്യൂസ് കാണുന്നത്. ഇനി അടുത്തത് വാല്യൂസ് ഇങ്ങോട്ട് അടുത്താണ് കാണാം. അപ്പോൾ 95 വരെ അതിന്റെ വാല്യൂസ് കണ്ടെത്തും. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റ് ഡയഗ്രാം വരുന്നത്. ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദ എൻഡ് എന്ന് പറയുന്നത് ആ ഹോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത് 5 ആണ്. മീറ്ററാക്കുമ്പോൾ 5 × 10⁻² മീറ്റർ. ഇത് ആ ഹോള് 95 വരെ നമ്മളിവിടെ എഴുതാം. പിന്നെ ഇത് ഓസിലേഷന്റെ ടൈമാണ്. ഇത് 2 ഓസിലേഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ 2 ടൈം കൂടെ എഴുതാം. മീന് കാണാം. പീരീഡ് T/20 ആണ്. 20 എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഓസിലേഷൻ അനുസരിച്ചാണ്. 10 ഓസിലേഷൻ എടുക്കുകയാണെങ്കിൽ T/10 ആണ്. ഇതാണ് കോമ്പൗണ്ട് ഗ്രാഫ് വരുന്നത്. ഇത് എ, ഇത് ബി. ഇതിൽ നിന്നാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുന്നത്. ഇതിൽ ഈ മൂന്ന് ലൈൻസിൻ്റെയാണ് നമ്മൾ 3 ഇവിടെയൊക്കെ കണ്ടുപിടിക്കേണ്ടത്. AC/BD എന്ന് പറയുന്നത് ഈ ഗ്രാഫിൽ നിന്നാണ് കിട്ടുക. A തൊട്ട് C വരെ, B തൊട്ട് D വരെ. ഇതിന്റെ ലെങ്ത് വെച്ചിട്ടാണ് ഇതിന്റെ മീനും പീരീഡും. എന്നിട്ട് ഇക്വേഷനിൽ കൊടുക്കുക. 4π² L/T² ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടും. റേഡിയസ് ഓഫ് ഗൈറേഷനിലും ആ 3 ലൈൻസിൽ കാണാം. AP, PD, A തൊട്ട് P വരെ, AP, P തൊട്ട് D വരെ, PD, പിന്നെ B തൊട്ട് P വരെയും P തൊട്ട് C വരെ ഇതിൻ്റെ ലെങ്ത് കാണാം. അത് ഇവിടെ കൊടുത്താൽ റേഡിയസ് ഓഫ് ഗൈറേഷനും കിട്ടും. പിന്നെ K കാണാൻ AB/2 കാണാം. അപ്പോൾ Kന്റെ വാല്യൂസ് കിട്ടും. അത് വെച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം.